10 വർഷമായി ഞാനിതെടുത്തിട്ട്. മുകളിലെടുത്തിട്ട് ഒരു 7 വർഷമായി. ഇതൊരാളോടെ നിങ്ങളെ കാണുന്നുണ്ട്. ആ നോക്കുന്നുണ്ട് ഒരാൾ. കിച്ചൺ, മാധവൻ ചോറുന്ന കിച്ചൺ. നാട് ആ കാണുന്നതാണ് എൻ്റെ വീട്. 10 വർഷമായി എടുത്തിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം മാറുവാണ്. നമ്മളിപ്പം നാട്ടിൽ കണ്ണൂരാണുള്ളത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മൾ കണ്ണൂരേക്ക് വന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലാണ്. എൻ്റെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊടിയക്കുളം അമ്പലത്തിൻ്റെയൊക്കെ അടുത്ത് ഒരു റബ്ബർ കാടിന് നടുവിലാണ് എൻ്റെ വീട്. ആ ബേക്കിൽ, നിങ്ങൾ ആ ബേക്കിൽ കാണുന്നുണ്ടോ, ആ വീടാണ് ഞാൻ സ്വന്തമായി എൻ്റെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസക്ക് 10 വർഷം മുന്നേ എടുത്ത വീട്. ആ വീട് ഞാനിപ്പം കൊടുക്കുകയാണ് ഗൈസ്. സ്ഥലം മാറി പോവാണ്. അതിൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ നടക്കുകയാണ്. വിഷു ആയ ദിവസമാണ് ഞങ്ങൾ മാറാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, 14-ാം തീയതി. ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഇവിടെ. പറയാമെന്ന് വെച്ചാൽ ഓരോന്നായിട്ട് പറയാം. അതിനു മുമ്പേ സ്ഥലം കണ്ടോ നിങ്ങൾ? ഇതാണ് റബ്ബർ. ചുറ്റും ഏക്കർ കണക്കിന് റബ്ബറാണ്. കോൺക്രീറ്റ് റോഡുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്കാണ് വീട് വരുന്നത്. ചുറ്റും വീടുകളാണ്, ഒരുപാട് വീടുണ്ട്. നമുക്ക് വീട്ടിലേക്ക് പോകാം. മുമ്പ് തന്നെ നമ്മുടെ ബൈക്ക് നിർത്തിയിട്ടിട്ടുണ്ട്. 10 വർഷത്തോളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ അവഞ്ചർ. ഒരുപാട് വിൽക്കാനൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ കരുതി നാട്ടിൽ വന്ന ഒരു വണ്ടി വേണ്ടിയെന്ന് കരുതിയിട്ടാണ് ഇതിവിടെ വെച്ചത്. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്. സൂപ്പർ വണ്ടിയാണ്. നമ്മളെ കാറുണ്ട്. ഇതാണ് നമ്മളെ വീട്. 10 വർഷമായി ഞാനിതെടുത്തിട്ട്. മുകളിലെടുത്തിട്ട് ഒരു 7 വർഷമായി. താഴെ 10 വർഷം. ഇതൊക്കെ നമ്മുടെ അവിടെ ഫ്ലാറ്റിലുള്ള കൊച്ചിയിലുള്ള ചെടികളാണ്. ഇത്തവണ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടെടുത്താണ്. ഇത് ഏകദേശം ഞാൻ ഒരു 4 വർഷം മുന്നേ പിറകിൽ കെട്ടാൻ വേണ്ടിയിട്ട് ലോഡ് ഇറക്കിയാണ്. പക്ഷേ അത് നടന്നില്ല. ആ സംഭവം ഓരോ സംഭവങ്ങൾ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കല്ല് ഇവിടെ തന്നെയായി. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. മെയിനായിട്ട് എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്ന ആത്തിച്ചക്ക. ഞാൻ ആദ്യമായിട്ടാണ് നമ്മളെ വീടിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ആത്തിച്ചക്ക, പിന്നെ നമ്മളെ സപ്പോട്ട. ഇഷ്ടം പോലെ സപ്പോർട്ടുണ്ട് ഗൈസ്. എല്ലാ ആൾക്കാരും പറിച്ചിട്ട് പോകാറുണ്ട്. ഒരുപാട് സപ്പോർട്ടുണ്ട്. എപ്പോഴും നമുക്ക് ഫുൾ ടൈം സപ്പോർട്ട് കിട്ടുന്ന ഒരു മരമാണിത്. ഇവിടെയൊക്കെ നമ്മുടെ കോവിഡ് സമയത്ത്, ഇതൊക്കെ ഇപ്പോൾ വൃത്തികളായത് നോക്കണ്ട, ആരും നോക്കാനില്ലാതെ കാരണം ഇങ്ങനെ ആക്കിയതാണ്. കോവിഡ് സമയത്ത് ഫുള്ള് ഇവിടെയൊക്കെ ഫാമായിരുന്നു. ഗപ്പികളെയും ഗിനിപ്പന്നികളെയും ഒക്കെ വളർത്തിയിട്ട്. ഇവിടെ ഒരു നെല്ലിമരം അടിപൊളിയായിട്ട് ഉഷാറായി നിന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ആയിട്ടില്ലെങ്കിലും നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബേക്കിലും കൂടി കുറച്ച് സ്ഥലമുണ്ട്. അതും കൂടി നമ്മുടെയാണ്. മൊത്തം 14 സെൻറ്റ് സ്ഥലം, 14-20 സെൻറ്റ് സ്ഥലം വരുന്നുണ്ട്. അപ്പോൾ അതിൽ റബ്ബറുണ്ട്, ഒരു ലൈന് റബ്ബറുണ്ട്. പിന്നെ അതിൻ്റെ ബേക്കിലുള്ള സ്ഥലവും വെക്കാൻ വെച്ചിരിക്കുകയാണ്, ഒരു 12 സെൻറ്റ് സ്ഥലം. അത് ഫുള്ള് റബ്ബറാണ്. പിന്നെ ഇവിടെ ഞാൻ നട്ട ഒരു അവാക്കാഡോ മരം വലുതായി വന്നിട്ടുണ്ട്. അതിൽ കായ് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, പക്ഷേ എന്തായാലും വലുതായി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഫുള്ള് വൃത്തികളാണ്. ഇവിടെ ഇതൊക്കെ ക്ലിയർ ആക്കണം. ഇത് കുറച്ചുകൂടി ഫുള്ള് കോവിഡ് സമയത്ത് എൻ്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇടിച്ച് താത്തിയിട്ട് അവിടെ കല്ലിട്ട് കെട്ടി ഇവിടെ ഫുള്ള് നമ്മുടെ മീനിൻ്റെ കൃഷി നടത്താനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ അതിനാണ് കല്ലിറക്കിയത്. പക്ഷേ അത് നടന്നില്ല. പ്ലാനൊക്കെ വെള്ളത്തിലായി. ചെറുനാരങ്ങ. ഇവിടെയൊക്കെ ഫുള്ള് പശീനെ വളർത്തിയ സ്ഥലമായിരുന്നു. ചെറിയ തലക്കല്ലാണ്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാതെ കാരണം യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇത് നമ്മുടെ കിണർ അടിപൊളിയായിട്ട് കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതാണ്, ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് കയറാം. മാധവം ശ്രീകൃഷ്ണൻ. 10 കൊല്ലം മുമ്പ് ഇങ്ങനത്തെ ആമസോണിനൊക്കെ ഇങ്ങനെ സ്റ്റിക്കർ വാങ്ങിയിട്ട് ഒട്ടിക്കലായിരുന്നു മെയിൻ ഹോബി. ആ സമയത്ത് ഒട്ടിച്ച് വെച്ചാണ്. ഈ ലൈറ്റ് ഹൈദരാബാദ് തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് ഹൈദരാബാദിൽ നിന്ന് വാങ്ങിക്കൊണ്ട് തന്നെയാണ് ഈ ലൈറ്റും ഒക്കെ. ഇവിടെ ഒരു ചെറിയ കാർ പോർച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയാണ് നമ്മളെപ്പോഴും ഇരിക്കുന്ന സ്ഥലങ്ങൾ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മാക്സിമം ടൈം ഇവിടെയും ഇതിൻ്റെ മുകളിലാണ് സ്പെൻഡ് ചെയ്യാറ്. ഇങ്ങനെ കയറി, കാരണം അത്യാവശ്യം നല്ല കാറ്റായിരിക്കും. ഫുള്ള് മരമായതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റ് കിട്ടും. വീട് മൊത്തം വൃത്തികേടായി കിടക്കുകയാണ്. വൃത്തികേടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടാണുള്ളത്. അതൊക്കെ ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം, എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. കയറി ചെല്ലുന്ന ഹാളാണിത്. സിറ്റ് ഔട്ടിൽ നിന്ന് കയറി. ഇതൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ സംഭവങ്ങളാണ്. അതിൻ്റെ മുകളിലൊരു തട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ TV സെറ്റപ്പ്. പിന്നെ നൈനൂസിൻ്റെ ആദ്യത്തെ 12 മാസം ഫസ്റ്റ് ഇയർ ബർത്ത്ഡേക്ക് സെറ്റാക്കിയതാണ് മുകളിൽ കാണുന്നത്. 1-ാം മാസം 2-ാം മാസം 3-ാം മാസം അങ്ങനെ 12 മാസത്തെ ഫോട്ടോസ് എടുത്തിട്ട്. പിന്നെ ഈ സോഫ നമ്മൾ വെക്കാൻ വെച്ചിരിക്കുകയാണ്. ഇപ്പം OLX ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ റേറ്റിന് OLX ഇട്ടിട്ടുണ്ട്. ഒന്ന് ലൈസോ പുതിയ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇത് വെക്കാനുള്ള പരിപാടിയാണ്. പിന്നെ അതുപോലെ ഒരു ബെഡും ഉണ്ട്, ചെറിയൊരു അലമാരിയുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ
ടണ്ടടേ. ഏ ആര്? ടിപ്പിയാ? ടിപ്പി തായുണ്ടല്ലോ. ഇത് ജാനകിൻ്റെയും മാധവൻ്റെയും ബെഡ്റൂം അല്ലേ ജാനകിൻ്റെയും മാധവൻ്റെയും ബെഡ്റൂം. എന്തായാലും നിങ്ങളെ കാണുന്നുണ്ട്. ആ നോക്കുന്നുണ്ട് ഒരാൾ. ഷിജു ഇല്ല, ആരുമില്ല, വെറുതെ വീഡിയോ എടുക്കുന്നതാണ്. ജാനകി ആദ്യമായിട്ടാണ് വീഡിയോന്റെ മുമ്പിൽ വരുന്നത്. നാണക്കരി പലരും കണ്ടതാല് പല്ലിരുന്നാ കാണിച്ച ഒന്നുമില്ല. മോരുണ്ടോ പോയിട്ട് തത്തി കഴിച്ചിട്ട് പല്ലെല്ലാം പൊടിക്കാനുണ്ടെന്നു. ഇവിടെ ഒരു ബാത്റൂം, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇവിടെ നമ്മളെ ബുക്കെല്ലാം വെക്കാൻ ഒരു ഷെൽഫുണ്ട്. അങ്ങനെ ഒരു ഷെൽഫുണ്ട് ബുക്കൊക്കെ വെക്കാൻ. അവിടെ ഇപ്പം എന്തൊക്കെയോ കാട്ടാണ് വെച്ചിട്ടുള്ളത് അല്ലേ ആണെങ്കിൽ. പിന്നെ അടുത്ത ബെഡ്റൂം. ഓ ഇവിടുന്ന് കിച്ചൺ, മാധവൻ ചോറുന്ന കിച്ചൺ. എന്ത് ഇത് ഒക്കെ അമ്മയുടെ പാത്രം നിരത്തി വെച്ചത്. ഇവിടെയാണ് ജാനകി എപ്പോഴും നിന്ന് തിരിയുന്ന സ്ഥലം. 24 മണിക്കൂറിൽ 15 മണിക്കൂർ ഇവിടെ. ഇതെല്ലാം ജാനകിൻ്റെ ഗുളികൾ. പിന്നെ വർക്ക് ഏരിയ, വാഷിംഗ് മെഷീൻ, ഒരു ബാത്റൂം, പിന്നെ വർക്ക് ഏരിയ. ഇവിടെയാണ് വാഷ് ഏരിയ. ഒക്കെ ഇതൊക്കെ പെയിൻ്റൊക്കെ ചെയ്ത് സെറ്റാക്കാനുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് കഴിഞ്ഞാൽ നേരത്തെ വന്ന സ്ഥലം. ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ ഇതൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ച എൻ്റെ മിററായിരുന്നു. ഇവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്, ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ ഇത് അടുത്ത ബെഡ്റൂം ഫുള്ള് വെച്ചറിയാണ്, സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം. അപ്പോൾ നേരത്തെ കണ്ട അമ്മയുടെ ബെഡ്റൂമിൽ ആ കട്ടിലും കൂടിയാണ്, കട്ടിലും ബെഡും കൊടുക്കുന്നത്. നമുക്ക് മുകളിലോട്ട് പോവാം. അതൊക്കെ നമ്മൾ കുറേ ഫോട്ടോ ഫ്രെയിമൊക്കെ ഉണ്ട് കല്യാണത്തിൻ്റെ ഒക്കെ. മുകളിലാണ് ശരിയായ കച്ചറകൾ കിടക്കുന്നത്. കച്ചറാഞ്ച മുകളിൽ ആരും കയറാറില്ല. ഞങ്ങൾ വന്നാൽ വല്ലപ്പോഴും ഞാൻ വർക്ക് ചെയ്യാനിരിക്കുന്നു. കോവിഡ് സമയത്ത് മുകളിൽ ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇതാക്കിയിരുന്നു. ഞങ്ങൾ മുകളിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ച് മാറ്റി. ഇപ്പം വെറും ഹോൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പ് കിട്ടും. ഇതാണ് ഞങ്ങളുടെ റൂം. നമ്മുടെ റൂമെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന റൂം. ഇവിടെയാണ് ശരിക്കും എല്ലാം ഡംപ് ചെയ്യുന്നത്. ഈ പെയിൻറ്റൊക്കെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് യൂട്യൂബിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് അടിച്ചാണ്. അപ്പോൾ പെയിൻറ്റ് തീർന്നു പോയതുകൊണ്ടാണ് അവിടെ ഒരു പോർഷൻ ബാക്കിയായത്. ഇതിൻ്റെയൊക്കെ വീഡിയോ പണ്ടത്തെ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ കാണാൻ പറ്റും. ഇതൊക്കെ വെല്ലിച്ചിൻ്റെ കാലത്തെ കട്ടിലാണ്. എന്തോ ഒറിജിനൽ പ്ലാവാണെന്നോ അതുകൊണ്ട് ഒന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെല്ലിച്ചിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വെച്ച കട്ടിലാണ്. പിന്നെ ഈ സാധനം ഒരു ഏകദേശം ഒരു 8-9 വർഷം മുമ്പ് ഞാൻ വരച്ചതാണ്. ഇതൊക്കെ അന്നേരത്ത് കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ സൂക്കറുണ്ടായിരുന്നു. കോഫി പെയിൻ്റാണ്, വെറും ബ്രൂ കോഫിയാണത്. ബ്രൂ കോഫി എടുത്തിട്ട് ക്യാൻവാസിൽ വരച്ചാണ്. ഇത് പെയിൻറ്റ് ചെയ്തതാണ്. ഇതാരോ ഗിഫ്റ്റാണ്. പിന്നെ ഇതും ഞാൻ പെയിൻറ്റ് ചെയ്തതാണ്. അങ്ങനെ കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ഫ്രെയിം ഫുള്ള് കച്ചറയാണ്. ഇതുണ്ടോ, ഇതിപ്പോൾ കട്ടിന് ഊരിൻ്റെ ഇതാണ്. ഇത് നമ്മൾ കൊച്ചി ഫ്ലാറ്റിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. ഇപ്പോൾ മൂലക്കിട്ട് ഡബ് ചെയ്തിട്ടുള്ളത്. ഒക്കെ നൈനൂസിൻ്റെ ടോയ്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ റൂം. ഇവിടെ നിന്നാണ് ഞാൻ തൽക്കാലം വർക്ക് ചെയ്യുന്നത് ഇപ്പം നാട്ടിൽ വന്നാൽ. പിന്നെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നീളത്തിലുള്ള വിശാലമായ ഹാളാണ്. ഹാള് കഴിഞ്ഞ് ഇവിടെ ഇപ്പുറത്തെ ബെഡ്റൂം. ഇതൊക്കെ ഞാനിത് ജസ്റ്റ് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബാക്കി ക്ലീനിങ്ങും കൂടി ഇന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇവിടെ ഈ നീളത്തിലുള്ള വിശാലമായ ഹാളിൽ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു വിൻഡോ ഒക്കെ നോക്കിയിരിക്കാനൊരു സംഭവമുണ്ട്. പിന്നെ ഈ സംഭവങ്ങൾ, ഈ ചുമരിലുള്ള ഇത് കണ്ടോ, ഇതെൻ്റെ പണ്ടത്തെ യൂട്യൂബ് ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാനലിൻ്റെ പേര് തന്നെ ഇപ്പം മറന്നുപോയി. അതായത് യൂട്യൂബിനെ പറ്റിയും ഇൻസ്റ്റാഗ്രാമിനെ പറ്റിയൊക്കെ ഇല്ലേ ടെക്നിക്കൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതപ്പോൾ തന്നെ നിർത്തി. ആ സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണ്ടിയിട്ട് വാങ്ങിയ സ്റ്റിക്കറായിരുന്നു ഇത്. പിന്നെ നമ്മുടെ ഫോട്ടോ ഫ്രെയിം. പിന്നെ ഇവിടെ പുറത്താണ് നമ്മുടെ വേറെ ബാൽക്കണി. ഒരു കാലത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഇവിടെയായിരുന്നു. ഉണ്ടോ, വാവ്, ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു. ഇരുന്ന് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ പ്ലേസ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വിശാലമായ ഇതൊക്കെ കാണാം. കണ്ടോ,
പിന്നെ വേറൊരു സ്ഥലമുണ്ട് ഗൈസ്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. അതാണ് നമ്മുടെ വേറൊരു മെയിൻ സ്ഥലം. ഇപ്പോൾ നെറ്റൊക്കെ ഇട്ടിട്ട്, പച്ച നെറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതാക്കിയിട്ടുള്ളത്. ഫുള്ള് ഇപ്പം ഡംപ് യാർഡാണ് ഇത്. ഈ സംഭവം മൊത്തം ആ സമയത്ത് ഗപ്പി ഫാം ആയിരുന്നു. ഗപ്പി മാത്രമല്ല, എല്ലാ ഫിഷുകളും കോവിഡ് സമയത്ത് ഞങ്ങൾ വളർത്തിയ പഴയ വീഡിയോ നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റും, അതിലുണ്ടാവുമായിരിക്കും പണ്ടത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ. അല്ല, എൻ്റെ തോന്നിയ ദിവസം എന്ന് പറയുന്ന ചാനലിലാണ് ആ വീഡിയോ ഉള്ളത്. പിന്നെ ഇതിപ്പോഴും പണ്ടത്തെ നമ്മൾ മീനിനെ വളർത്തിയതിൻ്റെ കുറച്ച് അക്വേറിയം ബാക്കിയുള്ളത് ഡിവൈഡ് ചെയ്തിട്ട് ഗപ്പീനെ ഓരോ ഇതിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു അക്വേറിയത്തിനെ 3 ആക്കി തിരിച്ച് അങ്ങനത്തെ ഇത്. പിന്നെ പശീനെ വളർത്തിയ കോക്കട്ടൈനിൻ്റെ ഒക്കെ ബ്രീഡിംഗ് ബോക്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇത്. പശീൻ്റെ ഒരു ചെറിയ കൂട് ബാക്കിയുള്ളത്. പിന്നെ ആ സമയത്ത് കോവിഡ് സമയത്ത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയത് ഇപ്പോൾ തുരുമ്പിടിച്ച് കിടക്കുകയാണ്, ഒരു രക്ഷയില്ലാണ്ട് എല്ലാം തുരുമ്പിടിച്ചു. വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയ ജിമ്മിൽ ഐറ്റംസ്. പിന്നെ ഇത് നമ്മൾ വീടെടുക്കുമ്പോൾ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആക്കിയ ഒരു സംഭവമായിരുന്നു. ഇവിടെ ഇരുന്നിട്ട് നല്ല രസം, നല്ല ഭംഗിയാണ്. നിങ്ങൾ പറയുന്ന വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര ഫീലാണ്. ഈ റബ്ബറിൻ്റെ ഏരിയ ആയതുകൊണ്ട് നല്ല കാറ്റുമായിരിക്കും, കാണാൻ തന്നെ നല്ല സുഖം. ഇവിടെ താഴാണ് കിണർ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് വെച്ചാൽ ഇതുപോലെ തന്നെ നീളത്തിൽ നിരന്ന് കിടക്കുക. നല്ല അടിപൊളി ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ ആക്കാൻ പറ്റിയ സംഭവം. ഇപ്പോഴത്തെ അവസ്ഥ നോക്കണ്ട, ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യും. പിന്നെ ഇതൊക്കെ ഞങ്ങൾ ഇവിടെ എന്തായിരുന്നു മുകളിൽ സീലിംഗ് പൊളിച്ച് മാറ്റിയതാണിത്. സീലിംഗ് പൊളിച്ച് മാറ്റിയിട്ട് ഇപ്പോൾ വെച്ചിരിക്കുക, ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, സ്ക്രാപ്പിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ നെറ്റങ്ങ് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അതിനേക്കാൾ ഭംഗിയാണ്. കാരണം ഇവിടെ നിന്നുള്ള വ്യൂ വരുന്നത് മൊത്തം റബ്ബർ കാർഡിലേക്കാണ്. കണ്ടോ, റബ്ബർ കാർഡിലേക്കാണ്. നല്ല രസമായിരിക്കും. രാത്രിയൊക്കെ ഈ മിന്നാമിനിങ്ങില്ലേ ഒരുപാടുണ്ടാവും ഇവിടെ. അതിൻ്റെ ലൈറ്റ് മാത്രമായിട്ട് കാണാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ഓർമ്മകളുള്ള ഒരു വീടാണ്. 10 വർഷമായിട്ടുള്ള നമ്മുടെ ഓർമ്മ. കോവിഡ് സമയത്ത് കൂടുതൽ സമയവും ചിലവഴിച്ച ഒരു 3-4 കൊല്ലം ഇവിടെയായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ കൊച്ചിയിലേക്ക് താമസം മാറിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോകാമെന്ന് പറയുമ്പം ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ ഞങ്ങൾ വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഉള്ള സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അമ്മക്ക് സ്ട്രോക്ക് വന്ന സമയത്ത് ഭാഗ്യത്തിന് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഹാർട്ടിൻ്റെ ഒരു ഓപ്പറേഷനൊക്കെ ചെയ്തതുകൊണ്ട് രക്ഷപ്പെട്ടു, വലിയ കുഴപ്പമില്ലാതെ. പിന്നെ കൊച്ചിയിൽ വന്ന സമയത്ത് അമ്മേൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി, കാലിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കൊച്ചിയിൽ കൂട്ടിയിട്ട് വന്ന സമയത്ത് അച്ഛന് സ്ട്രോക്ക് വന്നു. അങ്ങനെ അച്ഛനും പെട്ടെന്ന് ഞങ്ങൾ കൂടിയുള്ളതുകൊണ്ട് അച്ഛനും ഒരു കുഴപ്പമില്ലാണ്ട് രക്ഷപ്പെട്ടു. കുറച്ചാൾ ഹോസ്പിറ്റലിൽ കിടന്നെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഇപ്പം ഇവിടുന്ന് മാറാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ഇവർക്ക് നാട്ടിൽ അല്ലാതെ കൊച്ചിയിലൊന്നും വന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ നാട് കൂത്തുപറമ്പിനടുത്ത് പൂക്കോട്. അപ്പോൾ അവിടത്തേക്ക് വീണ്ടും ഞങ്ങൾ തിരിച്ച് പോകണം. അവിടെയായിരുന്നു ഞാൻ ജനിച്ച് വളർന്നതും കാര്യങ്ങളൊക്കെ. അവിടത്തേക്ക് തിരിച്ച് പോവാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ആകുമ്പോൾ നാട്ടിൽ ടൗണിന് കുറച്ച് അടുത്തായി. പെട്ടെന്നൊന്ന് അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാനോ തലശ്ശേരി പോകാനോ അല്ലെങ്കിൽ കൂത്തുപറമ്പ് പോകാനോ ഒക്കെ കിട്ടും. ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. അപ്പോൾ പ്രായമായി ഇവരെ ഒറ്റയ്ക്ക് ഇവിടെ ആക്കാൻ ഒരു വിഷമം. വണ്ടിയൊക്കെ കിട്ടാനൊക്കെ കുറച്ച് സമയം എടുക്കും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഓട്ടോ ഒക്കെ വിളിച്ച് അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാം. അതൊക്കെ കൊണ്ടാണ് ഇവിടുന്ന് മാറുന്നത്, അല്ലെങ്കിൽ ഇവിടെ മാറില്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പം എൻ്റെ പരിപാടി ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലിടയ്ക്ക് ജസ്റ്റ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് എഴുതി, അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നൈനൂസൊക്കെ ഓടിക്കളിച്ച്, നൈനൂസ് വളർന്ന സ്ഥലം ഇവിടെയാണ്, ജനിച്ച് വളർന്ന സ്ഥലം എൻ്റെ വീട്. ഇവിടെ നിന്നായിരുന്നു നൈനൂസിനെ കുളിപ്പിക്കാറൊക്കെ. അങ്ങനെയുള്ള ഒരുപാട് മെമ്മറീസ്, ഞങ്ങൾ ആദ്യത്തെ വീഡിയോസൊക്കെ എടുത്തതും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാ സംഭവങ്ങളും, എല്ലാ മെമ്മറീസും ഉള്ള ഇതാണ്. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഇപ്പം വിട്ടു പോവുകയാണ്. അതിൻ്റെ അടുത്തടുത്ത് വരുമ്പോൾ ഈ വിഷുവായ ദിവസം തന്നെ ഞങ്ങൾ മാറും. പൂക്കോട് ഒരു ചെറിയ വീട് എടുത്തിട്ടുണ്ട്, 2 റൂം മാത്രമുള്ളൊരു വീട് എടുത്തിട്ടുണ്ട്. ആ വീട് ഞങ്ങൾ വഴിയെ കാണിക്കാം. സാധനങ്ങൾ കുറേ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ, അങ്ങോട്ടേക്ക് മാറുമ്പോൾ ഉള്ള ഒരു വിഷമം. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ അവിടെ. കാരണം 10 വർഷം മുന്നേ വരെ ഞാൻ അവിടെ തന്നെയായിരുന്നു, പൂക്കോടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും, മെയിനായിട്ടുള്ള ഫ്രണ്ട്സ് മൊത്തം പൂക്കോടാണ്. അപ്പോൾ എനിക്ക് അവിടത്തേക്ക് മാറാൻ പറ്റും. അവിടെ ഒരു ചെറിയ വീടാണ്. കാരണം അച്ഛനും അമ്മയും നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ചെറിയ വീടാണ് വേണ്ടത്. മുകളിൽ ഇതുവരെ 10 വർഷമായി ഒരു തവണയാണ് അമ്മ മുകളിൽ കയറിയത്. അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അതുകൊണ്ടാണ് മുകളിൽ ഇങ്ങനെ വൃത്തികേടായതും. ഇനി എല്ലാം സെറ്റാക്കി പെയിൻ്റൊക്കെ അടിച്ച് ചെയ്യുമ്പോൾ പഴയ പോലെയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.